ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ പ്രിയപുത്രൻ മുഖാന്തരം തിരഞ്ഞെടുത്ത, ദത്തെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രം. അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവം മാത്രം ദൈവമായിരിക്കയാൽ അവിടുത്തെ വാഴ്ത്തുന്നു. ദൈവം എന്ന് തെറ്റിദ്ധരിച്ച് ദൈവമല്ലാത്തവയ്ക്ക് നമ്മൾ അടിമകളായിരുന്നപ്പോൾ നമ്മെ വിടുവിച്ച് തൻ്റെ അടുക്കലേക്ക് നമ്മെ അടുപ്പിച്ച സത്യദൈവത്തിനായി വീണ്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു. സത്യദൈവവും നിത്യരാജാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കട്ടെ. ആഴ്ചയുടെ അവസാന ദിവസം വരെ അവിടുന്ന് നമ്മെ പരിപാലിച്ചു. ഭാരതം ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. 80ഓളം വർഷങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരായ ഭാരതത്തിൻ്റെ ഓർമ്മകൾ ആഘോഷിക്കുവാനുള്ളതായി ലോകമെങ്ങുമുള്ള ഭാരതീയർ, ഒരുപക്ഷെ ഇപ്പോൾ അവരുടെ പൗരത്വം മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലായാൽ കൂടെ ഭാരതീയർ എന്ന നിലയിൽ അതിൽ അഭിമാനം കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യുന്നല്ലോ. ആ പ്രത്യേക ദിവസം നമ്മെ പാപത്തിൻ്റെ അടിമച്ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രരാക്കിയ, തൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടുകൂടെ പ്രവേശനം സാധ്യമാക്കി തീർത്ത കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ ദൈവം കൃപ നൽകുന്നല്ലോ. ആയതിനായി സ്തോത്രം. ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഞങ്ങളുടെ ചർച്ചിൻ്റെ കൂടിവരവിലും ഞാൻ പറയുകയുണ്ടായി, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. പാപം ചെയ്ത മനുഷ്യന് നിഷേധിക്കപ്പെട്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവസന്നിധിയിൽ വസിക്കാനും ദൈവസന്നിധിയോട് അടുക്കുവാനും ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവുമായിരുന്നു. ആവർത്തിക്കുന്നു, ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ അവർക്ക് നഷ്ടമായതും അവർക്ക് നിഷേധിക്കപ്പെട്ടതുമായ ഏറ്റവും വലിയ അവകാശം, സ്വാതന്ത്ര്യം, ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നതിനും ദൈവത്തോടു കൂടെ വസിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവുമായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ പാപം ചെയ്ത മനുഷ്യർ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഓടി ഒളിക്കുന്നു. 10-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കാലൊച്ച, നിന്റെ ശബ്ദം കേട്ട് ഞാൻ ഭയപ്പെട്ടു. അവർ തന്നെ ദൈവസന്നിധിയിൽ വരുവാൻ തങ്ങൾ യോഗ്യരല്ല, ദൈവത്തെ അഭിമുഖീകരിപ്പാൻ അവർ യോഗ്യരല്ല എന്നേറ്റു പറയുന്നു. കൂടാതെ 23-24 വാക്യങ്ങളിൽ, ഉൽപ്പത്തി 3-ന്റെ 23-24 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ദൈവം ആദമിനെയും ഹവ്വയെയും ഏദനിൽ നിന്നും പുറത്താക്കി ദൈവസന്നിധിയിൽ നിന്നും അവരെ ഇറക്കി വിട്ടു. സ്തോത്രം. അപ്പോൾ അവർക്ക് പാപം ചെയ്ത ശേഷം നിഷേധിക്കപ്പെട്ട ഏറ്റവും വലിയ അവകാശം ദൈവസന്നിധിയായിരുന്നു. യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന ഒരു ഭക്തന് നൽകപ്പെടുന്ന ഏറ്റവും വലിയ അവകാശവും
ഇത് തന്നെയാണ് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. സ്തോത്രം. നേരത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. തിരുസന്നിധിയിൽ പ്രവേശിപ്പാൻ നമുക്ക് അവകാശമില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് അതിനുള്ള ധൈര്യമുണ്ട്. സ്തോത്രം. വിശുദ്ധ മന്ദിരത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുമുണ്ട്. എബ്രായർ 4:16, 10:19 അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ആ വലിയ സ്വാതന്ത്ര്യം നാം അനുഭവിച്ചുകൊണ്ട് നിരന്തരം ദൈവസന്നിധിയിൽ വസിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും അനേകർക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല. ആർക്കും പ്രവേശിക്കാം, പക്ഷേ യേശുക്രിസ്തു എന്ന അപ്പോസ്തോലൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനിൽ വിശ്വസിച്ച്, സ്തോത്രം, ആ മഹാപുരോഹിതൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ. സ്തോത്രം. പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ഇല്ലാതിരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, ദൈവസന്നിധിയിൽ ചെല്ലാൻ, തിരുസന്നിധിയിൽ വസിക്കുവാനും സാധിക്കില്ല എന്ന അവസ്ഥയായിരുന്നു. നമുക്ക് നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം. എന്നാൽ അതേ സ്വാതന്ത്ര്യം ഇന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാപം നിമിത്തം മനുഷ്യനെ നിഷേധിക്കപ്പെട്ടത് യേശുക്രിസ്തു മുഖാന്തരം വിശ്വസിക്കുന്നവർക്കും ആശ്രയിക്കുന്നവർക്കും നൽകപ്പെടുന്നതുമായ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് ഉലകത്തിൻ്റെ അധിപതിയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം. സ്തോത്രം. അതും എങ്ങനെയുള്ള പ്രവേശനം? ധാരാളമായ പ്രവേശനം. സ്തോത്രം. സമയം നോക്കാതെ, സ്ഥലം നോക്കാതെ, അവസ്ഥകളൊന്നും നോക്കാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം നൽകപ്പെടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അവിടുന്ന് നമ്മെ ആലിംഗനം ചെയ്ത്, മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ധൂർത്തപുത്രൻ്റെ പിതാവ് ചെയ്തതുപോലെ, സ്തോത്രം, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഉമ്മ വച്ച്, സ്തോത്രം, നമ്മളെ കൈക്കൊള്ളുന്ന ഒരവസ്ഥ, നമ്മുടെ നാറ്റം വമിക്കുന്ന അവസ്ഥകളോ ഒന്നും നമ്മുടെ കർത്താവിന് ബാധകമായിരുന്നില്ല. കാരണം മറ്റൊന്നല്ല, എത്ര അശുദ്ധനെ നമ്മുടെ കർത്താവ് തൊട്ടാലും നമ്മുടെ കർത്താവ് അശുദ്ധനാകത്തില്ല. പകരം അവൻ്റെ സ്പർശനത്താൽ അശുദ്ധർ വിശുദ്ധരായി തീരുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് നാം നമ്മുടെ ദൈവത്തെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. നേരത്തെയും നമ്മളെ കാര്യം ചിന്തിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏതൊരു വിശുദ്ധനും അശുദ്ധിയെ തൊട്ടാൽ അല്ലെങ്കിൽ അശുദ്ധമായത് തൊട്ടാൽ അത് നിമിത്തം തങ്ങൾ അശുദ്ധരായിത്തീരും. എന്തിനേറെ, അഹരോന്യ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും പോലും അശുദ്ധമായത് തൊട്ടാൽ തങ്ങൾ അത് നിമിത്തം അശുദ്ധരായിത്തീരുമായിരുന്നു. മരിച്ചവരെ തൊട്ടാൽ അശുദ്ധരാകും. അശുദ്ധമായ മറ്റെന്തെങ്കിലും വസ്തുക്കൾ തൊട്ടാൽ, കുഷ്ഠരോഗികളെ തൊട്ടാൽ ഒക്കെ അവർ അശുദ്ധരാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, സ്തോത്രം, അങ്ങനെ ഒന്നിനാലും അശുദ്ധനാക്കപ്പെടാത്ത പരിശുദ്ധനാണ്. സ്തോത്രം. ആ മുടിയൻ പുത്രൻ്റെ അപ്പൻ ആ നാറുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, പന്നിക്കൂട്ടിൽ നിന്നും വരുന്ന വിരൂപനായ
ആ മകനെ കെട്ടിപ്പിടിച്ചു. അത് പ്രതീകമാണ് നമ്മുടെ കർത്താവ് നമ്മെ സ്വീകരിക്കുന്ന പ്രതീകം. സ്തോത്രം. നമ്മിലെ അശുദ്ധി നമ്മുടെ കർത്താവിങ്കിലേക്ക് പകരപ്പെടുന്നതിന് പകരം അവിടുത്തെ വിശുദ്ധി നമ്മിലേക്ക് പകരപ്പെട്ടു. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് ചെന്നാൽ മതി. സ്തോത്രം. ആയിരിക്കുന്ന അവസ്ഥയിൽ നാം അങ്ങ് ചെന്നാൽ മതി. സ്തോത്രം. നമുക്ക് കർത്താവിങ്കിലേക്ക് അങ്ങനെയുള്ള പ്രവേശനം സാധിപ്പിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗാഡ്. ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ പിന്നെയും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. അത് ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തെ സ്നേഹത്തിൽ സേവിക്കേണ്ടതിന് മുഖാന്തരമാകട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആ മുഖവുര, ആമുഖചിന്തകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് നമ്മൾ പഠിച്ചു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തിരിയാം. ഒന്നും കൂടെ നമ്മുടെ കുറിവാക്യം വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ ആയുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. സ്തോത്രം. രണ്ടാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം 3-ാം അധ്യായം 1-ാം വാക്യം മനസ്സിലാക്കാൻ. നമ്മൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു അപകടം കണ്ടു. ആ അപകടത്തിനെതിരായ താക്കീതും നാം മനസ്സിലാക്കി. എന്താണ് അപകടം? The danger found in chapter 2 verses 1-4 is സ്തോത്രം. അവർ കേട്ടതിൽ നിന്ന് ഒഴുകിപ്പോയി, രക്ഷയിൽ നിന്ന് അവർ തെന്നി മാറി. സ്തോത്രം. ആ അപകടമാണ് അവിടെ ഉള്ളത്. അവര് കേട്ടതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, അതുകൊണ്ട് രക്ഷയിൽ നിന്ന് അവർ മാറിപ്പോകുന്നു. അശ്രദ്ധ, നിഷേധാത്മകമായ സമീപനം, നെഗ്ലിജൻസ്, ഉപേക്ഷണം, അതിനുള്ള മറുമരുന്ന് 3-1 പറയുന്നു, നിങ്ങളുടെ അശ്രദ്ധ മാറ്റി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. രക്ഷയുടെ അനുഭവത്തിൽ നിന്നും നിങ്ങൾ മുങ്ങിത്താഴുന്നതിന് കാരണം രക്ഷകനിൽ നിന്നും നിങ്ങളുടെ ദൃഷ്ടി മാറിപ്പോയതാണ്. You are now sinking by falling away or being drifted away from the salvation and the Savior, because your eyes not fixed on Him. Your concentration is not in what you heard. നിങ്ങൾ കേട്ടതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട്, ക്രിസ്തുവിൽ നിങ്ങളുടെ ദൃഷ്ടി പതിയപ്പെടാതെ അവനിൽ നിന്നും മാറിയതുകൊണ്ട്, രക്ഷയുടെ പാറയായ രക്ഷകനിൽ നിന്നും നിങ്ങൾ വഴുതിപ്പോകുന്നു. അതിനുള്ള മരുന്ന്, the remedy is to fix your eyes on Christ. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണ് അഭികാമ്യം. സ്തോത്രം.
മനസ്സിലായോ? അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1:1 നാം മനസ്സിലാക്കുക. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തവനെ നിരസിച്ചവർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പോലെ നിഷേധിച്ചവർ, അശ്രദ്ധമായി പരിഗണിച്ചവർ ഭയങ്കര ശിക്ഷാവിധിയിൽ നിന്നും തെറ്റിയൊഴിഞ്ഞില്ലെങ്കിൽ ഇത്ര വലിയ രക്ഷയെ, അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്ന് തുടങ്ങി. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, കണ്ടോ, അശ്രദ്ധ. ശ്രദ്ധിക്കേണ്ടവനെ ശ്രദ്ധിക്കുന്നില്ല. സ്തോത്രം. കാണേണ്ടത് കാണുന്നില്ല, കാണേണ്ടവനെ കാണുന്നില്ല. അവരുടെ ശ്രദ്ധ പതറിപ്പോയി. അതുതന്നെയാണ് 5:11 നാം വായിക്കുന്നത്. 5:11, 5:11. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത്. ഞങ്ങൾക്കിനിയും ഇതേപ്പറ്റി പറയാനുണ്ട്, പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയി. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നു. അതുകൊണ്ടാണ് മനഃശാസ്ത്രപരമായി 20 മിനിറ്റ് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. പിന്നെ അത് വലിച്ചു നീട്ടിയൊക്കെ നമ്മുടെ സ്കൂളിലും ഒരു പീരീഡ് 40 മിനിറ്റ് 45 മിനിറ്റ് ആണല്ലോ. പല സ്ഥലങ്ങളിലും പ്രസംഗവും മാക്സിമം 40 മിനിറ്റ് ആണ്. അതിൽ കൂടുതൽ പറഞ്ഞാൽ തലയ്ക്ക് മുകളിലൂടെ ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും മാത്രമായിട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ. അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇനിയും പഴയ നിയമം ആധാരമാക്കിക്കൊണ്ടും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റിയും വിവരിച്ചു കൊടുക്കാൻ മനസ്സുള്ളവനാ. ഇനി പറയാനുണ്ട്. പക്ഷേ അവരുടെ ശ്രദ്ധ മാറി, ഏകാഗ്രത അവർക്ക് നഷ്ടപ്പെട്ടു, കേൾപ്പാൻ മാന്യമുള്ളവരായി. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒന്നും അകത്തേക്ക് കയറുന്നില്ല. ആ പശ്ചാത്തലത്തിൽ വേണം 3:1 നാം മനസ്സിലാക്കാൻ. ശ്രദ്ധിച്ചു നോക്കുവേൻ. സ്തോത്രം. യേശുക്രിസ്തുവിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറി. 12:2 നമുക്കറിയാമല്ലോ. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്താ നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക. എന്താണ് ഇവർ യേശുവിൽ നിന്നും മാറിയത്? മാറാനുള്ള കാരണം എന്തായിരുന്നു? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഉപദ്രവം, പെർസിക്യൂഷൻ. ഈ യഹൂദ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൽ നിന്നും മാറുവാനുണ്ടായ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, ഉപദ്രവം. യേശുക്രിസ്തു നിമിത്തം അവർക്ക് സഹിക്കേണ്ടി വന്ന ഉപദ്രവങ്ങൾ.
യഹൂദ സമുദായത്തിൽ നിന്ന് അവർ നേരിട്ട ഭ്രഷ്ട എക്സ്കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ ജൂയിഷ് കമ്മ്യൂണിറ്റി, സ്വജാതിക്കാരാൽ ഉളവായ ഉപദ്രവങ്ങൾ, persecution from own people. അപ്പോൾ പറയുകയാണ്, യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. യേശു ക്രിസ്തു സഹിച്ച കഷ്ടതകൾ, അപമാനം, ക്രൂശ്, മരണം, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാം. എന്നാൽ ക്രൂശിക്കപ്പെട്ട് നിന്ദയനുഭവിച്ച് അപമാനിതനായി മരിച്ചു കിടന്ന് അവസാനം ആകുന്ന ഒരു യേശുവിനെ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുന്നത്. സ്തോത്രം. പിന്നെ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണാം. തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മരണം കൊണ്ട് അവസാനിക്കാത്ത, ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാം. സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, യേശുവിനെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടോ? മറ്റൊന്നായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഹീനമായ പഠിപ്പിക്കലുകൾ. യേശു കുറഞ്ഞയാളാണ്, യേശു അയോഗ്യനാണ്, യേശുവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാ നമ്മുടെ പൗരോഹിത്യം, നമുക്ക് ലഭിച്ച പ്രമാണങ്ങൾ, നാം ആചരിച്ചു വന്ന യാഗങ്ങൾ, നമുക്കുള്ള ദേവാലയം. ഇങ്ങനെയൊക്കെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളോട് യേശുവിനെ വ്യാജമായിട്ട് ഉപമിച്ച് ഉപദേശിച്ചു. യേശുവിനെ കുറിച്ചുള്ള വ്യാജ പ്രചാരണം ഈ യഹൂദ ക്രിസ്ത്യാനികളെ യേശുവിൽ നിന്ന് അകറ്റി. These were the two major things by which they drifted away from the true gospel. That means the crucified Christ. സത്യസുവിശേഷത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് യഹൂദ ക്രിസ്ത്യാനികൾ മാറിപ്പോകാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ഒന്ന്, ക്രിസ്തു നിമിത്തം സ്വജാതിക്കാരാൽ ഉണ്ടായ ഉപദ്രവങ്ങൾ. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദ മതാനുസാരികൾ പ്രചരിപ്പിച്ച വ്യാജ പ്രചാരണങ്ങൾ. ഈ രണ്ടെണ്ണത്തിനും പരിഹാരം ഇവിടെ അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നു. എന്താണ്? സ്തോത്രം. യേശുവിൻ്റെ ആളത്വത്തെയും യേശുവിൻ്റെ ശുശ്രൂഷയെയും ശ്രദ്ധിച്ചു നോക്കി അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുക. സ്തോത്രം. ക്രിസ്തു ആരാണ് എന്ന് യഥാർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ യേശുവിനേക്കാൾ ശ്രേഷ്ഠൻ മറ്റൊരാളില്ലെന്നുള്ള തിരിച്ചറിവിൽ ക്രിസ്തുവിനോട് മാത്രം നിങ്ങൾ പറ്റി നിൽക്കും. രണ്ട്, ക്രിസ്തുവിന് വന്ന വൻ മഹിമയെ നിങ്ങൾ കണ്ടാൽ പീഡകളുടെ മുമ്പിൽ നിങ്ങൾ പകച്ചു നിൽക്കില്ല. കാരണം ഈ പീഡകൾ അവസാനമല്ല, ക്രൂശ് പോലും അവസാനമല്ല, അതിനുശേഷം ഒരു മഹത്വമുണ്ട്. സ്തോത്രം. ഈ കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചുകൊണ്ടാണ്
അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കുന്ന യേശുവിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. 3-ാം അധ്യായം 1-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം നമ്മളെ പരിചയപ്പെടുത്തുന്നു, അവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ആൻഡ് ദെൻ ജീസസ് ഐഡന്റിറ്റി, യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു. അതിലാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം കാണുന്നത്. യേശു എന്ന പേര്, അപ്പോസ്തലൻ എന്നും മഹാപുരോഹിതനെന്നുമുള്ള പദവികൾ. സ്തോത്രം. പദവികൾ. അപ്പോസ്തലൻ എന്ന നിലയിൽ യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനും അയച്ച ദൈവത്തിൻ്റെ പരമാധികാരം തന്നിൽ തന്നെ ഉൾക്കൊള്ളുന്നവനുമാണ്. See the uniqueness of the person of Christ. Jesus, 3 identities. One, his name Jesus means Savior. Second, apostle, and then high priest. Apostle is not a merely sent one, but one who is sent with a holistic authority of the one who sent. And therefore, Jesus, an apostle, is with the sovereign authority of God the Father. He is not an inferior person, but a superior person with a full authority and representation of the Father. ഒന്നാമത് പറയുന്നു, യേശു അപ്പോസ്തലനാണ്. അപ്പോസ്തലൻ അയക്കപ്പെട്ടവൻ. എന്നാൽ യേശു വെറും അയക്കപ്പെട്ടവനല്ല, അയച്ച സ്വർഗസ്ഥ പിതാവിൻ്റെ പൂർണ്ണ അധികാരമുള്ളവനും. സ്തോത്രം. അയച്ച ദൈവത്തിൻ്റെ പൂർണ്ണകായ പ്രതിമയും, അല്ലെങ്കിൽ അയച്ച ദൈവത്തിൻ്റെ പ്രതിപുരുഷനുമാണ്. എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ദ ഫാദർ. 1:3 ഓർമ്മ കാണുമല്ലോ, ഒന്നും കൂടെ വായിച്ചാട്ടെ. Is the radiance of the glory of God and the exact imprint of his nature, and he upholds the universe by the Enough. Exact imprint of his nature. That is the meaning of apostle. അപ്പോസ്തലൻ എന്നതിൻ്റെ അർത്ഥമാണത്. തത്വത്തിൻ്റെ മുദ്ര. പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. മറ്റ് പ്രവാചകന്മാരൊക്കെ വന്നു, പക്ഷെ അവർക്കാർക്കും ദൈവത്തിൻ്റെ ദൈവത്വവും ദൈവത്വത്തിൻ്റെ അധികാരവും ഇല്ലായിരുന്നു. എന്നാൽ യേശു പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരത്തോടെ എല്ലാറ്റിലും ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന പുരുഷനായി വന്നു അപ്പോസ്തലൻ. അതിൻ്റെ ആ രണ്ടാമത്തെ വശമാണ് ദ സെക്കൻഡ് സൈഡ്. ദ അതർ സൈഡ് ഓഫ് അപ്പോസൽഷിപ്പ് ഈസ് ഹൈ പ്രീസ്റ്റ്ഹുഡ്. അതാണല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തു മഹാപുരോഹിതൻ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിന് ശ്രേഷ്ഠതകളെപ്പറ്റി നമ്മൾ കണ്ടു. അവർ ഏറ്റുപറയുന്ന മഹാപുരോഹിതനും മഹാപുരോഹിത വർഗവും അഹരോന്റേതാണ്.
അതിനൊരു തുടക്കമുണ്ട്, ഒരു ഒടുക്കവുമുണ്ട്. സ്തോത്രം. ഒരു തുടക്കവും ഒരു ഒടുക്കവുമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണശേഷവും ഉയർപ്പിന് ശേഷവും ഇസ്രായേലിൽ AD 70 വരെ മഹാപുരോഹിതന്മാർ ഉണ്ടായിരുന്നെങ്കിലും നമുക്കറിയാം, ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും മുമ്പിൽ യേശുക്രിസ്തു വിസ്തരിക്കപ്പെടുമ്പോൾ നീ അത്യുന്നതൻ്റെ പുത്രനാണോ അല്ലെങ്കിൽ നീ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെ പിതാവെന്ന് അല്ലെങ്കിൽ താൻ ദൈവപുത്രനെന്ന് യേശു പറഞ്ഞതും മഹാപുരോഹിതൻ എന്ത് ചെയ്തു? തൻ്റെ വസ്ത്രം വലിച്ചു കീറി. പൗരോഹിത്യം അവിടെ തീർന്നു. അഹരോന്യ മഹാപൗരോഹിത്യം അവിടെ തീർന്നു. അംഗവസ്ത്രം വലിച്ചു കീറി അഹരോന്യ മഹാപൗരോഹിത്യത്തിന് സാക്ഷാൽ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവസാനം കണ്ടു. അതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മുടെ കർത്താവ് മഹാപുരോഹിതനായി ക്രൂശിൽ മരിച്ച് തൻ്റെ സ്വന്തം രക്തവുമായി കൈപ്പണിയായതിലല്ല, ആകാശത്തിൽ കൂടി കടന്നുപോയ സ്വർഗീയമായ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച മഹാപുരോഹിതനായി തീരുന്നത്. സ്തോത്രം. അതേപ്പറ്റി നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടുകൊണ്ടിരുന്നത് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം യേശു എന്നേക്കും ഒരു പുരോഹിതൻ. ആണയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശപഥത്താൽ മഹാപുരോഹിതനായി തീർന്ന യേശുവിനെയാണ് നാം കാണുന്നത്. സ്തോത്രം. ശപഥത്താൽ, ആണയാൽ. നാം അത് അഞ്ചാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. നാം ഇന്നലെ വായിച്ചതാണ്. 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു. പിന്നെ 7:1, 2, 5, 1, 2, 3, 11, 15, 17, 21 വാക്യങ്ങളിലും കാണുന്നു. ഒന്നും കൂടെ പറയാം. എബ്രായ ലേഖനത്തിനകത്ത് യേശുക്രിസ്തുവിനെ മൽക്കീസേദെക്കുമായി ഉപമിച്ചുകൊണ്ട് മൽക്കീസേദെക്കിൻ്റെ പേരെടുത്തു പറയുന്ന വാക്യങ്ങളാണ് ഈ പറഞ്ഞത്. 5:10, 5-ാം അധ്യായം 10-ാം വാക്യം. 6:20, 6-ാം അധ്യായം 20-ാം വാക്യം. പിന്നെ ഉള്ളതെല്ലാം 7-ാം അധ്യായത്തിലാണ്. 7:1, 2, 3, 7, 1, 2 and 3, then 11, 15, 17 and 21. 7-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 11, 15, 17, 21 വാക്യങ്ങൾ. ഇവിടങ്ങളിലെല്ലാം മൽക്കീസേദെക്കിനെ നമുക്ക് കാണാം. യേശുക്രിസ്തു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ നമുക്കൊരു കാര്യം കാണാം.
5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 5:5. 5:5. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തെ പറ്റി കാണുന്നു. ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ് ബൈ ഡിക്ലറേഷൻ. അരുളപ്പാടിനാൽ അഥവാ നീ എൻ്റെ പുത്രൻ എന്ന പ്രഖ്യാപനത്താൽ, പിതാവിൻ്റെ പ്രഖ്യാപനത്താൽ യേശുവിൻ്റെ പുത്രത്വം സ്ഥിരീകരിക്കപ്പെടുന്നു. സ്തോത്രം. 6-ാം വാക്യം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. സ്തോത്രം. ഇന്നലെ നമ്മൾ 110-ാം സങ്കീർത്തനം 4-ാം വാക്യവും കൂടെ അതോട് ചേർത്ത് വായിച്ചിരുന്നു. 7-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ കണ്ടു. അവിടെ നാം കാണുന്നത് ക്രൈസ്റ്റ് ഈസ് the high priest by oath. Christ is the son by declaration. Otherwise, his sonship is assured by declaration. His high priesthood by an oath. ക്രിസ്തുവിന്റെ പുത്രത്വം പ്രഖ്യാപനത്താലും പൗരോഹിത്യം അഥവാ മഹാപൗരോഹിത്യം ആണയാലും ഇവിടെ സ്ഥിരമാക്കപ്പെടുകയാണ്. ആണയെ സംബന്ധിക്കുന്ന വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ നമ്മൾ വായിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മൽക്കീസേദെക്ക് ആരാണെന്ന് നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞു വിട്ടിരുന്നു. മൽക്കീസേദെക്കിനെ കുറിച്ച് 2-3 അഭിപ്രായങ്ങളുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഒരഭിപ്രായം, ഹി വാസ് എ ലിറ്ററൽ ഹ്യൂമൻ ബീയിങ് ആസ് എ കാനനൈറ്റ് കിങ്. ശാലേം, പിന്നീട് യെരൂശലേം എന്ന് വിളിക്കപ്പെട്ട ശാലേം കനാൻ നാട്ടിലെ ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് ഈ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന വ്യക്തി ആ കനാൻ നാട്ടിലെ ഒരു നാട്ടുരാജാവായിരുന്നു എന്ന ഒരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തേതാണ് നമ്മൾ ഇന്നലെ കണ്ടത്, നോഹയുടെ മകനായ ശേത്തായിരിക്കാം ഇദ്ദേഹമെന്ന്. മൂന്നാമത്തെ ഒരു സംഗതി, എനിഹൗ ഹൂഎവർ ഹി ബി, ഹി ഈസ് ദ ടൈപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് നിഴലാണ് എന്ന് നമുക്ക് കാണാം. നാലാമത്തേതാണ്, this was pre-incarnate Christophany. Pre-incarnate Christophany. ഈ 4 കാര്യങ്ങൾ. ഇന്നലെ മറ്റൊരു സംഗതി കൂടെ നമ്മുടെ ജോസ് പാസ്റ്റ് പറയുകയുണ്ടായല്ലോ. TPM-കാര് ഈ മൽക്കീസേദെക്കിനെ പരിശുദ്ധാത്മാവായിട്ടാണ് കാണുന്നതെന്ന്. അതിന് നമ്മുടെ ഇന്നലത്തെ റെക്കോർഡിങ് കേട്ടിട്ട് ഒരാൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇന്നലെ എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചു 7:10 എന്നേക്കും ദൈവപുത്രന് തുല്യനായി മൽക്കീസേദെക്ക് ഇരിക്കുന്നു. അപ്പോ
മൽക്കീസേദേക്കിനെ അവിടെ കാണുന്നത് ശരീരത്തിലാണ്. എന്നേക്കും ഇരിക്കുന്നു എന്നും പറയുന്നു. യേശുക്രിസ്തുവിനും ഒരു മനുഷ്യ ശരീരമുണ്ട്. എന്നാൽ പിന്നെ രണ്ട് ശരീരം യേശുക്രിസ്തുവിന് ഒരാൾക്ക് തന്നെ വേണ്ട എന്ന ഒരു ചിന്തയിലായിരിക്കാം ഈ മൽക്കീസേദേക്ക് പരിശുദ്ധാത്മാവാണെന്ന് അഭിപ്രായപ്പെടുന്നതെന്ന് അദ്ദേഹം മനസ്സിൽ വന്ന ഒരു ചിന്ത നമ്മളുമായിട്ട് പങ്കുവച്ചു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണിതെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നതേയില്ല. യേശുവിൻ്റെ പ്രത്യക്ഷതയാണെങ്കിൽ, പ്രത്യക്ഷത അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ, പെർമനൻ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെപ്പറ്റി പഠിച്ചപ്പോൾ അതൊരു പ്രത്യക്ഷതയല്ലെന്ന് എടുത്തു പറഞ്ഞത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യക്ഷതയാണെങ്കിൽ അങ്ങനെ കാണപ്പെടുന്നു, ആ കാണുന്ന സമയത്തേക്ക് മാത്രം കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ ഈ ജഡത്തിൽ വന്നപ്പോൾ കാണപ്പെട്ടതല്ല, പ്രത്യക്ഷതയായിരുന്നില്ല. പ്രത്യക്ഷപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും തിരുവെഴുത്തിലുണ്ട്. എബ്രായ ലേഖനത്തിൽ തന്നെ 9-ാമത്തെ അധ്യായത്തിൽ 24, 22, 28 വാക്യങ്ങളിൽ പ്രത്യക്ഷത എന്ന 3 പ്രത്യക്ഷതകളെ കുറിച്ച് കാണുന്നുണ്ട്. പക്ഷേ ആ പ്രത്യക്ഷതയുടെ അർത്ഥം അങ്ങനെ കാണപ്പെട്ടു എന്ന് മാത്രമല്ല. എന്നാൽ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക സമയത്തേക്ക് ആർക്കാണോ പ്രത്യക്ഷപ്പെട്ടത് ആ വ്യക്തിക്ക് കാണത്തക്കതുപോലെ ആ ഒരു പ്രത്യേക സമയപരിധിക്കകം ആ രൂപം മാറും. ആ രൂപത്തിൽ, ആ പ്രത്യക്ഷതയിൽ ആ വ്യക്തിയുടെ അടുക്കൽ എത്തുന്നു. ആ വ്യക്തിക്ക് അടുത്ത് ഇടപഴകാനോ കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ കഴിയുന്ന അളവിൽ. അങ്ങനെ ഈ മൽക്കീസേദേക്ക് എന്ന നീതിയുടെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന ഈ വ്യക്തി യേശുക്രിസ്തു ജഡമെടുത്ത് ഭൂമിയിൽ വരുന്നതിന് മുൻപുള്ള ഒരു പ്രത്യക്ഷതയായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അത് യുക്തിരഹിതമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ 4 സാധ്യതകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാനുഷികമായ തുടക്കമോ ഒടുക്കമോ കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഒന്നും പരാമർശമില്ല. തൻ്റെ പൗരോഹിത്യം യഹൂദ ജാതി അല്ലെങ്കിൽ ഇസ്രായേൽ ജാതിയുടെ പിറവിക്കും വളരെ വളരെ മുൻപായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 500 വർഷത്തെയെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. അബ്രഹാമിൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം BC 2000 അബ്രഹാമിൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം BC ക്രിസ്തുവിന് മുമ്പ് 2000. എന്നാൽ അഹരോനെ മഹാപുരോഹിതനാക്കുന്ന മോശയുടെ കാലം എന്ന് പറയുന്നത് ഏകദേശം 1500. ചില വർഷങ്ങളിലെ ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും പല പുസ്തകങ്ങളിലും പലരുടെ പ്രസംഗങ്ങളിലും. എന്നാൽ 2000-ഉം 1500-ഉം 500 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്
ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്ന് വെച്ചാൽ, അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടുന്നതിനും 500ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അബ്രഹാമും മൽക്കിസേദേക്കും തമ്മിലുള്ള കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് വേറെ ഒന്നും നമുക്കറിയില്ല. പഴയ നിയമത്തിലുമില്ല, പുതിയ നിയമത്തിലുമില്ല. എന്നാൽ ഈ സംഭവത്തിന് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്ന ദാവീദിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 1000. അബ്രഹാമിന്റെ കാലഘട്ടം BC 2000. മോശയുടെയും അഹരോന്റെയും ഒക്കെ കാലഘട്ടം BC 1500. പിന്നെയും ഒരു 500 വർഷം കഴിഞ്ഞ് ഏതാണ്ട് BC 1000 ദാവീദിന്റെ കാലഘട്ടം. അദ്ദേഹമാണ് 110 സങ്കീർത്തനത്തിൽ എഴുതിയത് ദൈവത്തിൻ്റെ സത്യം ചെയ്യലിനെ കുറിച്ച്. നീ മൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് സത്യം ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് ദൈവം പിന്മാറുകയുമില്ല, വാക്ക് തെറ്റിക്കത്തില്ല എന്ന്. സ്തോത്രം. അപ്പോൾ അവിടെ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നോക്കിയാൽ, ഹി ഈസ് എ ടൈപ്പ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിനൊരു നിഴലാണ്. വെറുമൊരു നിഴൽ മാത്രം എന്നതിനേക്കാൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഉൽപ്പത്തി 18 19 അധ്യായങ്ങളിൽ അബ്രഹാമിൻ്റെ അടുക്കൽ 3 പേര് വന്നതും അവിടുന്ന് പോകുന്ന വഴിക്ക് അബ്രഹാമുമായിട്ട് യഹോവ സംസാരിച്ച് നിന്നതും 2 പേര് മാത്രം അവിടെ നിന്നും ലോത്തിൻ്റെ അടുക്കൽ എത്തിയതുമൊക്കെ ഈ വിഷയങ്ങൾക്ക് ഒരു ബലം നൽകുന്ന കാര്യമാണ്. ഇനിയല്ല, ഒരാൾക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമില്ല, മറ്റൊരു രീതിയിലാണോ, പ്രശ്നമില്ല. അത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയം അല്ല എന്നതിനാൽ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ കാണാം. അല്ല, ഇതൊന്നും വിശ്വസിക്കുന്നില്ല, ഇന്നും അതൊരു മർമ്മമായിരിക്കുന്നെന്നാണോ, ഒരു കുഴപ്പമില്ല കേട്ടോ. സ്തോത്രം. അപ്പം ഇത് ഒരു മർമ്മമായിരിക്കുന്നെന്നോ, കനാൻ നാട്ടിലെ ഒരു നാട്ടുരാജാവായിരുന്നു അദ്ദേഹമെന്നോ, യേശുക്രിസ്തുവിന് താൻ നിഴലായിരിക്കുന്നുവെന്നോ, ശേയമായിരുന്നു അതെന്നോ, യേശുക്രിസ്തുവിൻ്റെ നിഴൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണിതെന്നോ, അല്ല പരിശുദ്ധാത്മാവാണെന്നോ, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ലഭിക്കുന്ന ബോധ്യമനുസരിച്ച് വിശ്വസിക്കാം, കുഴപ്പമില്ല. ഇന്നലെ ചോദിച്ച ഒരു ചോദ്യം, സംഖ്യാപുസ്തകം 25 13 വാക്യത്തിൽ ബിലെയാമിൻ്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, മോവാബ്യ സ്ത്രീകളുമായി അല്ലെങ്കിൽ മോവാബ്യരുമായിട്ട് വിവാഹബന്ധം കൂടി. അങ്ങനെ ഒരുത്തൻ ഒരു മോവാബി പെൺകുട്ടിയെ കൊണ്ട് കൂടാരത്തിലേക്ക് വരുമ്പോൾ ഫീനഹാസ് എന്ന് അവനെ ആക്രമിക്കുന്നു. അത് നിമിത്തം അവിടെ ദൈവം പറയുന്നുണ്ട്, പൗരോഹിത്യം നിത്യമായി തനിക്ക് നൽകപ്പെടുമെന്ന്.
That's a reconfirmation or an affirmation of Aaronic priesthood. 25:13 എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. സ്തോത്രം. ഈ ഫീനഹാസ് ഏത് കുടുംബത്തിൽ ഏത് ഗോത്രത്തിൽപ്പെട്ടയാളാണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഏഴാമത്തെ വാക്യത്തിൽ അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസാരിന്റെ മകൻ ഫീനഹാസ് തന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് 13 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അപ്പം ഓൾറെഡി അഹരോന്റെ കുടുംബക്കാരെ ആ ഒരു പൗരോഹിത്യം ഏൽപ്പിച്ചിരുന്നു. അതിനെ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ചോദ്യം, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഡസ് ദാറ്റ് ഫുൾഫില്ലിംഗ് ഇൻ ജീസസ് ആസ് മേരി വാസ് ഡോട്ടർ ഓഫ് ആരൻ ത്രൂ ഹെർ മദർ ആസ് പെർ ലൂക്ക് 136, ലൂക്കോസ് 1:36 പ്രകാരം അവിടെ അഹരോന്യ കുടുംബത്തിൽപ്പെട്ട എലീശിബ എലിസബത്തിന്റെ ചാർച്ചക്കാരിയാണ് മറിയ എന്ന് പറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മറിയ ലേവി ഗോത്രത്തിൽപ്പെട്ടയാളാണ് എന്ന ഒരു ധാരണ എവിടെ വരും? അത് വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ അമ്മ വഴി യേശുവിന് അഹരോന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഈ സംഖ്യ 25:13 പറഞ്ഞിട്ടുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ് യേശുക്രിസ്തു നിത്യപുരോഹിതൻ എന്നുള്ളത് നമുക്ക് സ്വീകാര്യമാണോ എന്ന്. നമുക്ക് ആ വഴിക്ക് പോകുകയേ വേണ്ട. കാരണം ആ വഴിക്ക് പോയാൽ യേശുവിൻ്റെ പൗരോഹിത്യം ഏത് പൗരോഹിത്യമായി ഇനി നമ്മളങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ കൂടെ യേശുവിൻ്റെ പൗരോഹിത്യം ഏത് പൗരോഹിത്യമായിരിക്കും? അഹരോന്യ പൗരോഹിത്യമായിരിക്കും. എന്നാൽ എബ്രായലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച 2:17 മുതൽക്ക് 10 അധ്യായം വരെ നാം കാണുന്നത് യേശുക്രിസ്തുവിന് അഹരോന്യ പൗരോഹിത്യവുമായിട്ട് ബന്ധമേ ഇല്ല എന്ന. അതുകൊണ്ട് ആ വഴിക്ക് നമുക്ക് ചിന്തിക്കുകയേ വേണ്ട. ഇനി മറിയ അഹരോന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണെങ്കിൽ പോലും യേശുക്രിസ്തു യഹൂദ ഗോത്രക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അപ്പന്റെ ഗോത്രമാണ് ഗോത്രം. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ലേവിയ ഗോത്രവുമായും അഹരോന്യ കുടുംബവുമായിട്ടുണ്ടെങ്കിൽ കൂടെ യേശുക്രിസ്തുവിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം അഹരോന്യ ബന്ധത്തിലല്ല യേശുവിൻ്റെ മഹാപൗരോഹിത്യം. പകരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് പോലെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം തന്നെ മൽക്കീസേദെക്ക് നമ്മളിപ്പോൾ കണ്ടതുപോലെ ഈ അഹരോന്യ പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുന്നതിനും 500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പൗരോഹിത്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെയല്ല. മറ്റൊരു ചോദ്യം വന്നത് ഡ്യൂട്ടണോമി ആവർത്തന പുസ്തകം 33:5 വാക്യത്തിൽ 33:5
ആവർത്തനം 33:5. ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ യെശുരൂന് രാജാവായിരുന്നു. ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? Then the Lord became king in Jeshurun, where the heads of the people were gathered, all the tribes of Israel together. അപ്പോൾ ചോദ്യം അവിടെ ഇതായിരുന്നു, മലയാളത്തിൽ അവൻ യെശൂരിൽ രാജാവായിരുന്നു. ആ അവൻ ആരാണെന്നുള്ളതായിരുന്നു. ഇംഗ്ലീഷിൽ അത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, ദ ലോർഡ്. LORD സ്പെല്ലിംഗ് എങ്ങനെയാ? Capital L, all are capital. ഓൾ ആർ ക്യാപിറ്റൽ. നമുക്കറിയാം ലോർഡിന്റെ LORD 4 അക്ഷരങ്ങളും ക്യാപിറ്റൽ ആണെങ്കിൽ അത് യഹോവ എന്ന് വായിക്കണം. അപ്പോൾ അത് യഹോവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യെശുരൂൻ എന്നത് യെരുശലേമെന്നോ ഇസ്രായേൽ എന്നോ മനസ്സിലാക്കാം. അപ്പം ദൈവം അവർക്ക്, ഇസ്രായേലിന് യഹോവയായ ദൈവം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. രാജാവായിരുന്നു, ആയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന് ഇന്നലത്തേതും ഒന്ന് ഇന്നത്തേതുമാണ്. മറ്റെന്തെങ്കിലും ഇതുവരെ ഉള്ളതിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ചോദിച്ചതിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം. മറ്റൊന്നുമില്ല. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ചില വിശേഷണങ്ങളുണ്ട്. സം അഡ്ജക്റ്റീവ്സ് ആർ യൂസ്ഡ് ഫോർ ജീസസ് ഹൈ പ്രീസ്റ്റ്ഹുഡ് വിച്ച് വി വുഡ് കൺസിഡർ ഇഫ് ദ ലോർഡ് ടാരീസ് ഓൺ മൺഡേ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ അത് നമുക്ക് തിങ്കളാഴ്ച ചിന്തിക്കാം. ഇതുവരെ നാം പഠിച്ചതനുസരിച്ച് നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി ആകാശത്തിൽ കൂടി കടന്നുപോയ, എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച എന്നർത്ഥം, മഹാപുരോഹിതനായിരിക്കുന്നു. അവിടുന്ന് നമ്മോട് കേവലം സഹതപിക്കുക മാത്രമല്ല, സ്തോത്രം, പിന്നെ നമ്മൾ ആയിരിക്കുന്ന അസലായ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് നമ്മെ സഹായിക്കുവാനും കൂടെ കഴിവുള്ള മഹാപുരോഹിതനാണ്. നമ്മളത് ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഉപസംഹാരമായിട്ട് നമുക്ക് ദൈവം അനുവദിച്ചാൽ തിങ്കളാഴ്ച നോക്കുകയും ചെയ്യാം. യേശുക്രിസ്തു മഹാപുരോഹിതനായതുകൊണ്ട് നമ്മയും കർത്താവ് പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുന്നു. യേശുക്രിസ്തു രാജപുരോഹിതനായതുകൊണ്ട്, രാജാവും മഹാപുരോഹിതനുമായതുകൊണ്ട് നമുക്ക് ലഭിച്ച പൗരോഹിത്യവും രാജപുരോഹിത്യ വർഗമാണെന്ന് പത്രോസ് 1 പത്രോസ് 2:9 പറയുന്നു. ആകയാൽ നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്തു വരാം. നമ്മുടെ പാപങ്ങളെ മോചിക്കേണ്ടതിന് ക്രിസ്തു തന്നെത്താൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കയാഗമായിട്ട് അർപ്പിച്ചു. സ്തോത്രം. യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന നിലയിൽ എബ്രായ ലേഖനത്തിൽ ഏറ്റവും ആദ്യം കാണുവാൻ കഴിയുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്, 1-ാം അധ്യായത്തിൽ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിന് എബ്രായ ലേഖനം സാക്ഷ്യം വഹിക്കുന്ന ആദ്യത്തെ ഭാഗം എബ്രായർ 1:4. എന്താ അവിടെ പറയുന്നത്? പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം എന്ത് ചെയ്തു എന്നാ?
മഹിമയുടെ at the right hand of the Father, of the ആമേൻ, majesty on high. മാജസ്റ്റി ഓൺ ഹൈ. സ്തോത്രം. ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരുന്നു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം എന്നുള്ളതും മഹാപുരോഹിതന്റെ ശുശ്രൂഷയാണ്. കൂടാതെ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നുള്ളതും മഹാപുരോഹിത ശുശ്രൂഷയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ഹീബ്രൂസ് 1:4 the writer explicitly proves the high priesthood of Jesus Christ, or the finished work of Christ as the high priest, by offering up himself and making or bringing remission for our sins. And also he is perpetually the high priest at the right hand of the majesty. നമ്മുടെ പാപങ്ങൾക്ക് തൻ്റെ ഏകയാഗത്താൽ പ്രായശ്ചിത്തം വരുത്തി പരിഹാരം വരുത്തിയിട്ട് മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇന്നും ഇരിക്കുന്നു. ആ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. അവിടുന്ന് നമുക്ക് വേണ്ടി രാപ്പകലുകൾ ഭേദം കൂടാതെ മധ്യസ്ഥത അണയ്ക്കുന്നത് കൊണ്ടാണ്, സ്തോത്രം, നമ്മെ അപവദിക്കുന്ന, നമുക്കെതിരെ ആരോപണങ്ങൾ വ്യാജമായി ഉന്നയിക്കുന്ന, അതിശയോക്തിപരമായി ഉന്നയിക്കുന്ന സാത്താന്റെ വാദങ്ങൾക്ക് ദൈവസന്നിധിയിൽ വിലയില്ലാത്തത്. അതെ, ആ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാശ്രയിച്ച് നമുക്ക്, സ്തോത്രം, നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ വർക്കിച്ചാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ.